എല്ലാവർക്കും DCB മീഡിയയുടെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് 2025 സെപ്റ്റംബർ 27 ശനിയാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്താ അപ്ഡേറ്റുകളും ഇന്നും വരും ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഇൻഫർമേഷനുകളുമാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. മുഴുവൻ ഇൻഫർമേഷനുകൾക്കുമായി ഈ വീഡിയോ പൂർണ്ണമായി കാണുക. വീഡിയോ ലൈക്ക് ചെയ്തൊരു സപ്പോർട്ട് തരിക. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ ഇന്ന് നടക്കാനിരുന്ന നറുക്കെടുപ്പ് മാറ്റിവെച്ചു. തിരുവോണം ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് ഒക്ടോബർ 4 ശനിയാഴ്ച നടക്കുമെന്ന് ലോട്ടറി വകുപ്പ് അറിയിച്ചു. ഈ വർഷത്തെ തിരുവോണം ബമ്പറിനായി അച്ചടിച്ച 75 ലക്ഷം ടിക്കറ്റുകളും ഏജൻസികൾക്ക് വിറ്റുകഴിഞ്ഞതായി കഴിഞ്ഞ ദിവസം ലോട്ടറി വകുപ്പ് അറിയിച്ചിരുന്നു. ചരക്ക് സേവന നികുതിയുടെ മാറ്റവുമായി ബന്ധപ്പെട്ടും അപ്രതീക്ഷിതമായ കനത്ത മഴയിലും ടിക്കറ്റുകൾ പൂർണ്ണമായി വിൽപ്പന നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ നറുക്കെടുപ്പ് തീയതി മാറ്റിവെക്കണമെന്ന ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും അഭ്യർത്ഥന പരിഗണിച്ചാണ് നറുക്കെടുപ്പ് മാറ്റിവെച്ചത്. രണ്ടാമത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ശനിയും ഞായറും വ്യാപകമായി ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിലെ ശക്തി കൂടിയ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് കനത്ത മഴ തുടരുമെന്ന് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ഇതേ തുടർന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ശനിയാഴ്ച അതിശക്തമായ മഴ കണക്കിലെടുത്ത് ഓറഞ്ച് അലേർട്ടും, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ശക്തമായ മഴ കണക്കിലെടുത്ത് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് സെപ്റ്റംബർ 30 ചൊവ്വാഴ്ച പൊതു അവധി സർക്കാർ പ്രഖ്യാപിച്ചു. ഒക്ടോബർ 1 അവധിക്ക് പുറമെയാണിത്. ഇതോടെ തുടർച്ചയായി 3 ദിവസം അവധി കിട്ടും. ഈ മാസം 30 ദുർഗാഷ്ടമി അവധിയും ഒക്ടോബർ 1 മഹാനവമിയുടെ അവധിയും 2 ഗാന്ധി ജയന്തി അവധിയും ഉൾപ്പെടെയാണ് 3 ദിവസം അവധി കിട്ടുന്നത്. സംസ്ഥാനത്ത് സർക്കാർ, അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധിയായിരിക്കും. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ദുർഗാഷ്ടമി ദിവസമായ 30 അവധിയായിരിക്കുമെന്ന് പൊതുഭരണ വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അടുത്ത അറിയിപ്പ്, സെപ്റ്റംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ സർക്കാർ ഇന്നലെ മുതൽ വിതരണം ആരംഭിച്ചിരിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ 11 മണി മുതൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് 1600 രൂപ വീതം ക്രെഡിറ്റായി തുടങ്ങിയിരുന്നു. ഇനിയും അക്കൗണ്ടുകളിലേക്ക് തുകയെത്താത്തവർക്ക് തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായി പെൻഷൻ തുക ക്രെഡിറ്റ് ആകുന്നതാണ്. വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി കൈകളിലേക്ക് നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്ക് ഇന്നു മുതൽ പെൻഷൻ വിതരണം സജീവമാകും. അടുത്തയാഴ്ച പൂജാവധി ദിനവും ഗാന്ധി ജയന്തിയുമെല്ലാം വരുന്നതിനാൽ അടുത്ത ആഴ്ചയും അതിനടുത്ത ആഴ്ചയും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം തുടരുന്നതാണ്. ക്ഷേമ പെൻഷനിൽ കേന്ദ്രവിഹിതമായ 200, 300, 500 എന്നിങ്ങനെ തുകയുള്ളവർക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ തുകയും കേന്ദ്ര സർക്കാരിൻ്റെ PFMS സംവിധാനം വഴി പ്രത്യേകമായി അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്തെ മഞ്ഞ, പിങ്ക്, നീല റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ മാസത്തെ റേഷൻ വിതരണം സെപ്റ്റംബർ 30 അവസാനിക്കുകയാണ്. തുടർച്ചയായി 3 മാസം ഒരു റേഷൻ വിഹിതവും കൈപ്പറ്റാത്ത മഞ്ഞ, പിങ്ക്, നീല റേഷൻ കാർഡുകാരെ പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിലേക്ക് തരം മാറ്റുന്ന നടപടി സംസ്ഥാനത്ത് തുടരുന്നുണ്ട്. അതിനാൽ കഴിഞ്ഞ 2 മാസവും യാതൊരു റേഷൻ വിഹിതവും വാങ്ങാത്തവർ ഈ സെപ്റ്റംബർ 30 ഏതെങ്കിലും റേഷൻ വിഹിതമെങ്കിലും വാങ്ങാൻ ശ്രദ്ധിക്കുക. അതുപോലെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസകാലയളവിലെ റേഷൻ മണ്ണെണ്ണ വിതരണം സെപ്റ്റംബർ 30 വരെയാണ് ഉണ്ടാവുക. കഴിഞ്ഞ 2 മാസത്തിൽ മണ്ണെണ്ണ വാങ്ങാത്തവർക്ക് സെപ്റ്റംബർ 30 അത് വാങ്ങാവുന്നതാണ്. മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്ററും പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡിന് 1/2 ലിറ്റർ മണ്ണെണ്ണയുമാണ് ലഭിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.